പ്രിയരെ നമസ്കാരം. വിഷ്ണു പുരാണത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വിഷ്ണു പുരാണത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ 6-ാം ഭാഗത്തിൽ ധ്രുവൻ്റെ വനത്തിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. സ്വയംഭൂവ മനുവിൻ്റെ പുത്രന്മാരാണല്ലോ പ്രിയംവ്രതനും ഉത്താനപാദനും. ഉത്താനപാദന് സുരുചി, സുനിധി എന്നീ 2 പത്നിമാരുണ്ടായിരുന്നു. സുരുചിക്ക് ഉത്തമനെന്നും സുനിധിക്ക് ധ്രുവൻ എന്നും പുത്രന്മാരുണ്ടായിരുന്നു. രാജാവായ ഉത്താനപാദൻ സുരുചിയെ സുനിധിയേക്കാൾ അത്യധികം സ്നേഹിച്ചു. ഒരു ദിവസം രാജാവ് സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരുന്ന സന്ദർഭത്തിൽ ഉത്തമൻ അദ്ദേഹത്തിൻ്റെ മടിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ധ്രുവനും ഓടിയെത്തി പിതാവിൻ്റെ മടിയിൽ കയറിയിരുന്ന് കളിക്കുവാൻ വാശി പിടിച്ചു. അവൻ്റെ നിർബന്ധം കണ്ട് രാജ്ഞി സുരുചി, നീ എനിക്ക് ജനിച്ചിട്ടില്ലാത്തതിനാൽ രാജാവിൻ്റെ സ്നേഹത്തിന് യാതൊരു അവകാശവുമില്ലെന്ന് അവനെ പരിഹസിച്ചു. നീ നിർബന്ധം പിടിക്കുന്നത് വെറുതെയാണ്. നീയും രാജാവിൻ്റെ പുത്രനാണെങ്കിൽ പോലും ഈ സിംഹാസനത്തിൻ്റെ പരിപൂർണ അവകാശി എൻ്റെ മകനാണ്. നീ സുനീതിക്ക് ജനിച്ചതാണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? രണ്ടാനമ്മയുടെ പരിഹാസത്തിൽ വിഷമിതനായ ധ്രുവൻ അമ്മയുടെ അടുത്തേക്കോടി. സുനിധി മകനെ ആശ്വസിപ്പിക്കുകയും കോപത്തിൻ്റെ കാരണം അന്വേഷിക്കുകയും ചെയ്തു. ധ്രുവൻ തൻ്റെ അമ്മയോട് മുഴുവൻ കാര്യങ്ങളും സങ്കടത്തോടെ പറഞ്ഞു. സുനിധിയും ആശയക്കുഴപ്പത്തിലായി. മകനെ വിഷമിക്കേണ്ട, കാരണം നിന്റെ മുൻ ജന്മത്തിലെ കർമ്മങ്ങളുടെ പുണ്യം ആർക്കും ഇല്ലാതാക്കുവാൻ കഴിയില്ല. അതിനാൽ നിസ്സാര കാര്യങ്ങൾക്കായി ദുഃഖിക്കരുത്. രണ്ടാനമ്മയുടെ വാക്കുകളിൽ ദുഃഖം തോന്നുന്നുവെങ്കിൽ എന്തുകൊണ്ട് പുണ്യങ്ങൾ നേടുവാൻ പരിശ്രമിച്ചുകൂടാ? സൗമ്യനും നിസ്വാർത്ഥനുമായ ഒരു വ്യക്തിയാകുവാൻ ശ്രമിക്കാത്തതെന്താണ്? ഇത്തരത്തിൽ ആശ്വസിപ്പിച്ച അമ്മയോട് ധ്രുവൻ പറഞ്ഞു, അമ്മേ, ഈ നിമിഷം മുതൽ ലോകത്തിലെ ഏറ്റവും ആദരണീയമായ സ്ഥാനം നേടാൻ ഞാൻ അത്തരത്തിലുള്ളതെല്ലാം ചെയ്യും. മറ്റുള്ളവർ വച്ചു നീട്ടുന്ന ഒരു സ്ഥാനം എനിക്കിനി ആവശ്യമില്ല. എൻ്റെ പിതാവിന് ലഭിച്ച അതേ സ്ഥാനം ഞാൻ നേടിയെടുക്കും. അത്രയും പറഞ്ഞ് അമ്മയുടെ അനുഗ്രഹവും വാങ്ങി കൊട്ടാരവും പട്ടണവും വിട്ട് ഇടതൂർന്ന വനത്തിലെത്തി. 7 മുനീശ്വരന്മാർ, അതായത് സപ്തഋഷികൾ ഇതിനകം ആ കാട്ടിലുണ്ടായിരുന്നു. ധ്രുവൻ അവരെയെല്ലാം അഭിസംബോധന ചെയ്തുകൊണ്ട് വളരെ മാന്യമായി പറഞ്ഞു, അല്ലയോ മഹാന്മാരെ, ഞാൻ രാജകുമാരനായ ധ്രുവനാണ്. ഉത്ഥാനപാദ രാജാവ് എൻ്റെ പിതാവും രാജ്ഞി സുനിധി എൻ്റെ മാതാവുമാണ്. ഞാൻ എൻ്റെ നിരാശയിൽ നിന്നുമാണ് ഇവിടെ എത്തിച്ചേർന്നത്. അല്ലയോ രാജകുമാര, നീ കൊച്ചുകുട്ടിയാണ്. നിന്റെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നതിനാലും നീ ഒരു രോഗബാധിതൻ അല്ല എന്നതിനാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ എന്താണ് ഇത്രമാത്രം കടുത്ത നിരാശയ്ക്ക് കാരണമായിട്ടുള്ളത്? അത്ഭുതത്തോടെയാണ് മുനിവര്യന്മാർ ധ്രുവനോട് ചോദിച്ചത്. ധ്രുവൻ കൊട്ടാരത്തിൽ സംഭവിച്ച തൻ്റെ താഴ്ന്ന സ്ഥാനത്തെക്കുറിച്ചും രണ്ടാനമ്മയുടെ പരിഹാസത്തോടുള്ള സമീപനത്തെക്കുറിച്ചും അവരോട് വിവരിച്ചു. അപ്പോൾ മുനിമാർ പറഞ്ഞു, അല്ലയോ കുമാര, നിന്റെ വിധി മാറ്റാൻ എന്താണ് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ദയവായി ഞങ്ങളോടുകൂടി പറയൂ. നിന്നെ സഹായിക്കാൻ ഏതെങ്കിലും വിധത്തിൽ ഞങ്ങളാൽ കഴിയുമോ എന്നും ഞങ്ങളോട് പറയൂ. അല്ലയോ മുനിമാരെ, ഞാൻ സമ്പത്തിനോ അധികാരത്തിനോ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഇതുവരെ ആരും ആസ്വദിച്ചിട്ടില്ലാത്ത ഒരു സ്ഥാനം ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി എന്നെ സഹായിക്കുകയും അത്തരമൊരു സ്ഥാനം നേടാൻ ഞാൻ എന്ത് ചെയ്യണമെന്നും എനിക്ക് മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുക. അപ്പോൾ മുനിവര്യന്മാരിലെ മരീചി പറഞ്ഞു, അല്ലയോ രാജകുമാര, ഗോവിന്ദനെ ആരാധിക്കാതെ ആർക്കും അത്തരമൊരു അദ്വിതീയമായ സ്ഥാനം നേടാൻ കഴിയില്ല. അതിനാൽ നീയും ആ നിത്യമായ പരമാത്മാവിനെ ആരാധിക്കുക. അത്രി മഹർഷി ഉപദേശിച്ചു, പ്രത്യക്ഷണനായ വളരെ ഉയർന്നവനായവന് മാത്രമേ നിന്നെ തൃപ്തിപ്പെടുത്തുവാനും ആ പരമോന്നതമായ സ്ഥാനം നൽകുവാനും കഴിയൂ. അംഗിരസന്റെ ഉപദേശപ്രകാരം പോയി പ്രപഞ്ചം മുഴുവൻ തന്നിൽ ഉൾക്കൊള്ളുന്ന ഗോവിന്ദനെ ആരാധിക്കുക. പുലസ്ത്യൻ പറഞ്ഞു, ദുരിതം അനുഭവിക്കുന്ന ആളുകൾ പോലും ഹരിയെ ആരാധിച്ചുകൊണ്ട് അപൂർവമായ മോക്ഷം നേടുന്നു. പുലഹൻ പറഞ്ഞു, ദേവന്മാരുടെ രാജാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഇന്ദ്രൻ പോലും ആരാധിച്ച വിഷ്ണുവിനെ പോയി ആരാധിക്കുക. ക്രതു പറഞ്ഞത്, പോയി യജ്ഞത്തിൻ്റെയും യാഗങ്ങളുടെയും ദേവനായ ജനാർദ്ദനനെ ആരാധിക്കുക. വസിഷ്ഠൻ പറഞ്ഞു, അല്ലയോ മകനെ, ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നതിലൂടെ നിനക്ക് ആഗ്രഹിക്കുന്നതെന്തും ലഭിക്കും. എല്ലാവരുടെയും അഭിപ്രായം സശ്രദ്ധം ശ്രവിച്ച ധ്രുവൻ പറഞ്ഞു, അല്ലയോ മുനിമാരെ, എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ ആരെയാണ് ആരാധിക്കേണ്ടതെന്ന് നിങ്ങളെല്ലാവരും എന്നോട് പറഞ്ഞു. ഇപ്പോൾ ഭഗവാനെ തൃപ്തിപ്പെടുത്തുവാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് ദയവായി എന്നോട് പറയൂ. ഋഷിമാർ സംയുക്തരായി പറഞ്ഞു, വിഷ്ണുവിനെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒന്നാമതായി സ്വന്തം മനസ്സിൽ നിന്ന് മറ്റെല്ലാ നീചചിന്തകളെയും പുറക്കണിച്ച് അവിടെ ധ്യാനാത്മകമായ ഭഗവാനെ മാത്രം പ്രതിഷ്ഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഹേ രാജകുമാര, അങ്ങനെ സർവശക്തനായ നിത്യനായ ഭഗവാനിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഉപയോഗിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിന്റെ മുത്തച്ഛനായ സ്വയംഭൂവ മനു കഴിഞ്ഞ യുഗത്തിൽ ഈ മന്ത്രം ജപിക്കുകയും ഭഗവാനിൽ നിന്ന് തൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർണ്ണത നേടുകയും ചെയ്തു. അതിനാൽ നീയും പോയി വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുവാൻ അതേ മന്ത്രം ജപിക്കുക.
പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ ആദ്യ അധ്യായത്തിലെ 7-ാം ഭാഗത്തിൽ ധ്രുവൻ തപസ്സിനാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരണങ്ങളാണുള്ളത്. ധ്രുവ രാജകുമാരൻ മുനിമാരോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സ്വന്തം യാത്ര തുടർന്നു. ഒടുവിൽ യമുന നദിയുടെ തീരത്തുള്ള മനോഹരമായ മധുവനത്തിലെത്തി. പിന്നീടുള്ള കാലഘട്ടത്തിൽ മധു എന്ന അസുരൻ കൈവശപ്പെടുത്തിയ അതേ വനമാണ് ഈ മധുവനം. ശ്രീരാമന്റെ ഇളയ സഹോദരനായ ശത്രുഘ്നൻ അതേ വനത്തിൽ വെച്ച് മധുവിൻ്റെ മകനായ ലവനെ നിഗ്രഹിച്ച് മധുര എന്ന പട്ടണം അവിടെ സ്ഥാപിച്ചു. അതേ വനത്തിൽ ധ്രുവ രാജകുമാരൻ തപസ് അനുഷ്ഠിക്കാൻ തീരുമാനിക്കുന്നു. മുനിമാരുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം തുടർച്ചയായി മന്ത്രം ചൊല്ലി. അധികം വൈകാതെ ധ്രുവന്റെ കഠിനമായ തപസ്സു കാരണം ഭൂമി ചലിക്കാൻ തുടങ്ങി. അതിനാൽ തന്നെ ഇന്ദ്രന് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ സ്ഥിരമായി തുടരാൻ കഴിഞ്ഞില്ല. ദേവന്മാർക്കിടയിൽ ഒരു അകാരണമായ ഭയം രൂപപ്പെട്ടു. ധ്രുവന്റെ തപസ് തടസ്സപ്പെടുത്തുവാൻ ദേവന്മാർ ഗൂഢാലോചന നടത്തുന്നു. പദ്ധതി പ്രകാരം ധ്രുവന്റെ മാതാവായ സുനീതിയുടെ മായക്കാഴ്ച സൃഷ്ടിച്ച് അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അപേക്ഷിച്ചു, പ്രിയപുത്ര, നിന്റെ ശരീരം ക്ഷയിപ്പിക്കുന്ന ഈ കഠിന തപസ് നിർത്തൂ. വലിയ ആഗ്രഹങ്ങൾക്കും ആരാധനകൾക്കും ശേഷമാണ് ഞാൻ നിന്നെ നേടിയത്. നിന്റെ രണ്ടാനമ്മയുടെ വാക്കുകൾ ഇത്ര ഗൗരവമായി എടുത്ത് നിന്റെ യഥാർത്ഥ അമ്മയെപ്പോലും ഉപേക്ഷിക്കുന്നത് ഉചിതമല്ല. നീയാണ് എൻ്റെ ഏക ആശ്രയം. നിനക്ക് 4-5 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ഇപ്പോൾ നീ നിന്റെ കളികളിലും പഠനത്തിലും കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. എന്തിനാണ് പുത്ര ഇത്രയും കഠിനമായ തപസ് അനുഷ്ഠിക്കുന്നത്? ഇപ്പോൾ നീ നിന്റെ തപസ് ഉപേക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ ത്യജിക്കും. എന്നാൽ വിഷ്ണുവിൻ്റെ ധ്യാനത്തിൽ അത്രയധികം ആഴ്ന്നിറങ്ങിയ ധ്രുവൻ അമ്മയുടെ വിലാപം കേട്ടില്ല. സുനീതിയുടെ മായാരൂപം വീണ്ടും തുടർന്ന് പറഞ്ഞു, മകനെ, ഓടൂ, നിന്റെ ജീവൻ രക്ഷിക്കാൻ ഓടൂ. ക്രൂരന്മാരായ അസുരന്മാർ ഇവിടേക്ക് വരുന്നു. അതോടൊപ്പം ആ മായാരൂപം അവളുടെ വായിൽ നിന്ന് തീവ്രമായ അഗ്നി പുറപ്പെടുവിച്ചു. ആ അഗ്നിയിൽ നിന്നും അവനെ കൊല്ലുക, അവനെ തിന്നുക എന്നിങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കുന്ന നിരവധി ഭീകര രാക്ഷസന്മാർ പ്രത്യക്ഷപ്പെട്ടു. ആ രാക്ഷസന്മാർ സിംഹത്തിൻ്റെയും ഒട്ടകത്തിൻ്റെയും മുതലയുടെയും തലയോടുകൂടി അത്യധികം ശക്തരായി കാണപ്പെട്ടു. രാക്ഷസന്മാർ ഉച്ചത്തിൽ അലറി. എന്നാൽ ധ്രുവന്റെ മാനസികാവസ്ഥ ആഴത്തിലുള്ള ധ്യാനാവസ്ഥയിലായിരുന്നതിനാൽ അവൻ രാക്ഷസന്മാരെ കണ്ടില്ല. അവർ പുറപ്പെടുവിച്ച ഘോര ശബ്ദങ്ങൾ കേട്ടില്ല. അങ്ങനെ ദേവന്മാരുടെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അത്യന്തം ദേവന്മാർ വിഷ്ണുവിൽ ശരണം പ്രാപിക്കാൻ തീരുമാനിച്ചു. അല്ലയോ ഭഗവാനെ, ഉത്ഥാനപാദന്റെ പുത്രനായ ധ്രുവന്റെ കഠിനമായ തപസ്സിൽ ആശയക്കുഴപ്പത്തിലായ ഞങ്ങൾ നിങ്ങളിൽ അഭയം തേടി വന്നതാണ്. അവന്റെ തപസ്സിന്റെ ആഴം വളരുന്ന ചന്ദ്രന്റെ അവസ്ഥ പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഇന്ദ്രന്റെയോ സൂര്യന്റെയോ കുബേരന്റെയോ വരുണന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദേവന്റെയോ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ല. അതിനാൽ ഞങ്ങളുടെ ഭയം അകറ്റണമേ. ദേവന്മാരുടെ സംഭ്രമത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു, ആ കുട്ടിക്ക് ഒരു ദേവതയുടെയും സ്ഥാനം നേടുവാൻ ആഗ്രഹമില്ല. പക്ഷേ അവൻ ആഗ്രഹിക്കുന്നതെന്തും ഞാൻ തീർച്ചയായും അവന് നൽകും. അവനെക്കുറിച്ചോർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ടതില്ല. ആശ്വാസേണ ദേവന്മാർ ഭഗവാനെ അഭിവാദ്യം ചെയ്ത് മടങ്ങിപ്പോയി. ഒടുവിൽ ധ്രുവന്റെ കഠിനമായ തപസ്സിൽ സന്തുഷ്ടനായ ഭഗവാൻ വിഷ്ണു തന്റെ ഔപചാരികമായ ചതുർഭുജ രൂപത്തിൽ അവന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ധ്രുവ, നിനക്ക് എല്ലാം നല്ലതായി ഭവിക്കട്ടെ. ഞാൻ നിന്നിൽ സംപ്രീതനാണ്. ആ വാക്കുകളുടെ അലയൊലിയിൽ ധ്രുവന്റെ കണ്ണുകൾ തുറന്നു. അത്ഭുതത്തോടെ തന്റെ മുൻപിൽ നിൽക്കുന്ന ഭഗവാൻ വിഷ്ണുവിനെ കണ്ണിമയനക്കാതെ നോക്കി. അവന് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവന്റെ മുൻപിൽ നിൽക്കുന്നത് ധ്യാനത്തിൽ കണ്ടിരുന്ന അതേ ഭഗവാൻ വിഷ്ണുവായിരുന്നു. ഒരു നിമിഷം ധ്രുവൻ ദൈവത്തെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് മറന്നുപോയി. ഉടൻ സംയമനം പാലിച്ച് ഭഗവാനെ ശരണം പ്രാപിച്ചു. ഹേ ഭഗവാൻ, താങ്കൾ എന്നിൽ പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പ്രാർത്ഥിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകി അനുഗ്രഹിക്കണമേ. എൻ്റെ മനസ്സ് നിങ്ങളോടുള്ള ഭക്തിയിൽ ഉന്മേഷഭരിതമാണ്. സദാസമയവും നിങ്ങളെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകൾ കേട്ട ഭഗവാൻ തൻ്റെ ശംഖ് കൊണ്ട് ധ്രുവനെ സ്പർശിച്ചു. ഉടൻ ധ്രുവന്റെ വായിൽ നിന്നും ഭക്തി നിർഭരമായ ഒരു പ്രാർത്ഥന ഉയർന്നു. ആ പ്രാർത്ഥന പൂർത്തിയായപ്പോൾ ഭഗവാൻ വിഷ്ണു മൊഴിഞ്ഞു, ഓ പുത്ര, എൻ്റെ കാഴ്ചയിൽ നിന്റെ തപസ് വിജയിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ നൽകുന്ന കാഴ്ച പാഴാക്കരുത്. അതിനാൽ നിന്റെ ആഗ്രഹത്തിന് വേണ്ടിയുള്ള ഒരു അനുഗ്രഹം എന്നോട് തേടുക. അപ്പോൾ ധ്രുവൻ ചോദിച്ചു, അല്ലയോ ഭഗവാനെ, അങ്ങയുടെ ദിവ്യദൃഷ്ടിയിൽ നിന്ന് ഒന്നും തന്നെ മറഞ്ഞിരിക്കുന്നില്ല. എൻ്റെ രണ്ടാനമ്മയുടെ പരുഷമായ വാക്കുകൾ മൂലമുണ്ടായ നിരാശയിൽ നിന്നാണ് ഞാൻ കഠിനമായ തപസ് ആരംഭിച്ചത്. എൻ്റെ പിതാവിൻ്റെ മടിയിൽ ഇരുന്ന് കളിക്കാനുള്ള എൻ്റെ നിർബന്ധത്തെ അവർ പരിഹസിച്ചു. ഞാൻ അവരുടെ മകനായി ജനിച്ചിട്ടില്ലാത്തതിനാൽ പിതാവായ രാജാവിൻ്റെ സ്നേഹത്തിന് എനിക്ക് അവകാശമില്ലെന്നും പറഞ്ഞു. അതിനാൽ ഹേ ഭഗവാനെ, മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും അടിത്തറയാകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സ്ഥാനം നേടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, പുത്ര, നീ നിന്റെ പൂർവ്വജന്മത്തിൽ ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമായിരുന്നു. നീ ആ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എന്നെ സംപ്രീതനാക്കി. അപ്പോൾ നീ ഒരു രാജകുമാരൻ്റെ സുഹൃത്തായിരുന്നു.
നിന്റെ ആ സുഹൃത്ത് ആസ്വദിച്ചിരുന്ന അതേ രാജകീയ ആഡംബരങ്ങൾ ആസ്വദിക്കാൻ നീയും ആഗ്രഹിച്ചു. വാസ്തവത്തിൽ നീ ശരിക്കും ഒരു രാജകുമാരനാകുവാൻ ആഗ്രഹിച്ചിരുന്നു. അതിനാൽ പുത്ര, ഈ ജന്മത്തിൽ നീ രാജകുമാരനായി ജനിച്ചു. സ്വയംഭൂവ മനുവിൻ്റെ വംശപരമ്പരയിൽ സ്ഥാനം ലഭിക്കുന്നത് തന്നെ അപൂർവമാണ്. എന്നാൽ നിന്നെപ്പോലുള്ള ഒരു ഭക്തന് ഈ ബഹുമതിയിനാൽ ഒരു മൂല്യവുമില്ല. പുത്ര, 3 ലോകങ്ങളിലും വെച്ച് ഉത്തമമായ ഒരു സ്ഥാനം ഞാൻ നിനക്ക് തീർച്ചയായും നൽകും. ഭാവിയിൽ നീ എല്ലാ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അടിസ്ഥാനമായിരിക്കും. സൂര്യൻ, ചന്ദ്രൻ, ഗ്രഹങ്ങൾ, നക്ഷത്രരാശികൾ, സപ്തഋഷികൾ, ദിവ്യവിമാനങ്ങളിൽ പറക്കുന്ന എല്ലാ ദേവന്മാർ എന്നിവരിൽ നിന്നും വളരെ ഉയർന്ന ഒരു സ്ഥിരമായ സ്ഥാനം ഞാൻ നിനക്ക് നൽകുന്നു. അതിനു പുറമെ നീ ഒരു പൂർണ്ണമായ കൽപ്പം വരെ അവിടെ നിലനിൽക്കും, അവിടെ താമസിക്കും. എന്നാൽ ഓർക്കുക, ദേവന്മാർ പോലും ഒരു മന്വന്തരത്തിൽ കൂടുതൽ അവരുടെ സ്ഥാനത്ത് നിലനിൽക്കുന്നില്ല. നിന്റെ മാതാവ് സുനീതിയും അതേ കാലയളവിൽ ഒരു ശോഭയുള്ള നക്ഷത്രമായി നിന്നോടൊപ്പം താമസിക്കാൻ വരും. അവിടെ അവൾ ഒരു വിമാനത്തിൽ താമസിക്കും. ആളുകൾ നിങ്ങളെ വിശ്വാസത്തോടെ കാണും, കാരണം നിങ്ങൾ അവർക്ക് ശരിയായ ദിശ കാണിച്ചു തരും. അങ്ങനെ ഭഗവാൻ വിഷ്ണുവിൽ നിന്ന് വരം ലഭിച്ച ധ്രുവൻ വടക്കൻ ആകാശത്തിൽ ഒരു നിശ്ചിത സ്ഥാനം നേടി. ശുക്രാചാര്യരെ പോലെയുള്ള മുനിമാർ പോലും ധ്രുവനെ പ്രശംസിച്ചു. അവൻ എത്ര ഭാഗ്യവാനാണെന്നും സപ്തഋഷികൾ പോലും അവനെ ചുറ്റി വരേണ്ടതുണ്ടെന്നും ധ്രുവന്റെ ആ നിർണായകമായ സ്ഥാനം വരും യുഗങ്ങളിലും തുടരും എന്നതുമാണ് സത്യം. പ്രിയരെ, വിഷ്ണുപുരാണം ആദ്യ അധ്യായത്തിലെ 8-ാം ഭാഗത്തിൽ വേനരാജാവിൻ്റെയും പൃഥുവിൻ്റെയും കഥ പറയുന്നു. പരാശരൻ തുടർന്ന് പറഞ്ഞു, ശിഷ്ടി, ഭവൻ എന്നീ 2 പുത്രന്മാർക്ക് ധ്രുവൻ ജന്മം നൽകി. ശിഷ്ടിക്ക് ഋഭു, ഋഭുഞ്ജയൻ, വിപ്രൻ, വികലൻ, വിക്ഷേജൻ എന്നീ 5 പുത്രന്മാരുണ്ടായിരുന്നു. ഋഭുവിൻ്റെ മിടുക്കനായ ഒരു പുത്രനാണ് ചക്ഷുഷൻ. ചക്ഷുഷന്റെ പുത്രൻ മനു. മനുവിൻ്റെ പുത്രന്മാർ പുരു, കുരു, ശതദ്യുമ്നൻ, തപസ്വി, സത്യവാൻ, സുചി, അഗ്നിഷ്ടോമൻ, അതിരാത്രൻ, സുദ്യുമ്നൻ, അഭിമന്യു എന്നിവരാണ്. കുരുവിൻ്റെ പുത്രന്മാർ അങ്കൻ, സുമൻ, ഖ്യാതി, ക്രതു, അങ്കിരൻ, ശിവി എന്നിവരാണ്. അതിലെ അങ്കന് വേനൻ എന്നൊരു പുത്രനുണ്ടായിരുന്നു. മുനിമാർ മരിച്ച വേനന്റെ കൈത്തിരുമ്മി വൈന്യൻ എന്നൊരു പുത്രനെ ജനിപ്പിച്ചു. പിന്നീട് അദ്ദേഹം പൃഥു എന്ന പേരിൽ പ്രശസ്തനായി. തൻ്റെ പ്രജകളുടെ പ്രയോജനത്തിനായി അദ്ദേഹം ഭൂമിയിൽ പാൽ കറന്ന് ചരിത്രം സൃഷ്ടിച്ചു. അപ്പോൾ മൈത്രേയൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മുനിമാർ വേനന്റെ കൈ തിരുമ്മിയത്? പൃഥുവിനെ ലഭിച്ചതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? പരാശരൻ വിശദീകരിച്ചു. മൃത്യുവിന് ആദ്യം ഉണ്ടായ മകളായ സുനിതയെ അങ്കൻ വിവാഹം കഴിച്ചു. സുനിത വേനനെ പ്രസവിച്ചു. വേനന് തൻ്റെ മാതൃപിതാവായ മൃത്യുവിൻ്റെ എല്ലാ ദോഷഗുണങ്ങളും ഉണ്ടായിരുന്നു. അതിനാൽ അവൻ പിശാചിന് തുല്യനായിരുന്നു. തൻ്റെ കിരീടധാരണ സമയത്ത് അവൻ പ്രഖ്യാപിച്ചു, ഞാൻ ദൈവവും യജ്ഞപുരുഷനുമാണ്. അതിനാൽ ഭാവിയിൽ ആരും യാഗങ്ങൾ നടത്തുകയോ ദക്ഷിണദാനം ചെയ്യുകയോ ചെയ്യരുത്. അപ്പോൾ മുനിമാർ അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു, അല്ലയോ രാജാവേ, ഞങ്ങൾ നിങ്ങളുടെയും പ്രജകളുടെയും പ്രയോജനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മഹത്തായ യജ്ഞങ്ങളിലൂടെ ഞങ്ങൾ സർവശക്തനായ ഭഗവാൻ ഹരിയെ ആരാധിക്കും. അങ്ങനെ സന്തുഷ്ടനാകുന്ന ഭഗവാൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റും. ഹേ രാജാവേ, രാജാക്കന്മാരുടെ രാജ്യത്ത് ഭഗവാൻ ഹരിയെ യജ്ഞന്മാരുടെ അധിപനായി ആരാധിക്കുന്നു. അദ്ദേഹം അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റുന്നു. മുനിമാരുടെ ന്യായീകരണത്തെ വേനൻ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. യജ്ഞങ്ങളുടെ അധിപനായി കരുതുന്ന എന്നേക്കാൾ വലിയവനും ആദരണീയനുമായ ആരാണുള്ളത്? ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, ഇന്ദ്രൻ, വായു തുടങ്ങിയ എല്ലാ ദേവതകളും ഒരു രാജാവിൻ്റെ ശരീരത്തിലുണ്ട്. അതിനാൽ രാജാവിന് ഈ ദേവതകളുടെ എല്ലാ ഗുണങ്ങളുമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെയ്യുക. ഒരു സ്ത്രീയുടെ കടമ ഭർത്താവിനെ സേവിക്കുക എന്നതുപോലെ എൻ്റെ ആജ്ഞ അനുസരിക്കുക എന്നത് നിങ്ങളുടെ ഏവരുടെയും കടമയാണ്. ഋഷിമാർ വേനനെ ബോധ്യപ്പെടുത്തുവാൻ പലതവണ ശ്രമിച്ചെങ്കിലും വെറുതെയായി. ഒടുവിൽ അദ്ദേഹം അവരുടെ നിർദ്ദേശത്തിന് വഴങ്ങാതിരുന്നപ്പോൾ ഋഷിമാർ വേനനെ കൊന്നു. രാജാവിനെ കൊന്ന ഉടനെ രാജ്യമാകെ പൊടിപടലങ്ങൾ ഉയരുന്നത് ഋഷിമാർ കണ്ടു. രാജാവില്ലാത്ത ആ രാജ്യത്തെ പ്രജകൾ പരസ്പരം കൊള്ളയടിക്കുവാനും പിടിച്ചു പറിക്കുവാനും തുടങ്ങിയിട്ടുണ്ടെന്നും ആ തിക്കും തിരക്കുമാണ് ഈ പൊടിപടലങ്ങൾ ഉയരുന്നതിനുള്ള കാരണമെന്നും അന്വേഷണാനന്തരം അവർ മനസ്സിലാക്കി. മുനിമാർ സന്താനരഹിതനായ രാജാവിൻ്റെ തുടകൾ തിരുമിയപ്പോൾ ഒരു വൃത്തികെട്ട കറുത്ത മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. ആവേശഭരിതനായി കൊണ്ടവൻ ഞാൻ എന്തു ചെയ്യണമെന്ന് മുനിമാരോട് ചോദിച്ചു. മുനിമാർ അവനോട് നിഷിദ്, അതായത് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുന്നു. അതിനാൽ അവൻ നിഷാദൻ എന്നറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ സന്തതികൾ പിന്നീട് നിഷാദഗണം എന്നറിയപ്പെട്ടു. നിഷാദൻ പ്രത്യക്ഷപ്പെട്ടതോടെ വേനന്റെ എല്ലാ പാപങ്ങളും നശിച്ചു. മുനിമാർ വേനന്റെ വലത് കൈ തിരുമിയപ്പോൾ അഗ്നി പോലെ പ്രസരിക്കുന്ന ശരീരമുള്ള പൃഥു സൃഷ്ടിക്കപ്പെട്ടു. അവൻ പ്രത്യക്ഷപ്പെട്ടയുടനെ ശിവന്റെ വില്ലും അമ്പും പരിചയും സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു. എല്ലാ പ്രജകളും അതിൽ അത്യധികം സന്തോഷം അനുഭവിച്ചു. അത്തരമൊരു പുണ്യപുത്രന്റെ ജനനത്തോടെ വേനൻ സ്വർഗത്തിൽ ഒരു സ്ഥാനം നേടി.
പൃഥുവിന്റെ കിരീടധാരണത്തിനായി ബ്രഹ്മാവ് തന്നെ എല്ലാ നദികളിൽ നിന്നും സമുദ്രങ്ങളിൽ നിന്നും വെള്ളവും എല്ലാത്തരം രത്നങ്ങളോടും കൂടി സർവ്വദേവതകളും സഹിതം അവിടെ പ്രത്യക്ഷപ്പെട്ടു. പൃഥുവിന്റെ വലത് കൈയിലുള്ള ചക്രത്തിന്റെ സാന്നിധ്യം ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു. വിഷ്ണുവിന്റെ ഈ ചക്രം അത്യധികം പ്രബലരായ രാജാക്കന്മാരുടെ കൈകളിലാണ് കാണപ്പെടുന്നത്. അത്തരമൊരു രാജാവ് ദേവന്മാരാൽ പോലും ഏശാതെ തുടരുന്നു. അങ്ങനെ രാജകീയ സിംഹാസനത്തിൽ കയറിയ രാജാവ് പൃഥു തന്റെ പ്രജകൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. അദ്ദേഹം അത്യധികം മതഭക്തനായിരുന്നതിനാൽ കടലുകളും പർവ്വതങ്ങളും അദ്ദേഹത്തിന് വഴിയൊരുങ്ങി. അദ്ദേഹത്തിന്റെ പതാക എപ്പോഴും ശുദ്ധമായതും പുതിയതുമായിരുന്നു. വിത്ത് വിതയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഭൂമി തന്നെ എല്ലാ ധാന്യങ്ങളും നൽകി. പശുക്കൾ സ്വയമേവ പാൽ ചുരത്തി. രാജ്യത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഓരോ ഇലയും തേൻ കൊണ്ട് സമ്പുഷ്ടമായിരുന്നു. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടയുടൻ തന്നെ ഒരു മഹത്തായ യാഗം സംഘടിപ്പിച്ചു. യാഗത്തിനിടെ സോമാഭിഷേകം, അതായത് മുന്തിരി വീഞ്ഞിൽ സ്നാനം നടത്തുന്ന സമയത്ത് ഭൂമിയിൽ നിന്ന് ഒരു സ്ത്രീയും പുരുഷനും പ്രത്യക്ഷപ്പെട്ടു. മുനിമാർ അവരോട് പൃഥ്വിരാജാവിനെ പ്രാർത്ഥിക്കാൻ ഉപദേശിക്കുന്നു. കൈകൾ കൂപ്പി അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങവേ മുനിമാരോട് ചോദിച്ചു, പൃഥ്വിരാജാവ് തങ്ങൾക്ക് നിമിഷങ്ങൾക്ക് മുൻപ് മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രശസ്തി വളരെയൊന്നും വ്യാപിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഞങ്ങൾ അത്തരമൊരു രാജാവിനെ പ്രാർത്ഥിക്കേണ്ടത്? ഭാവിയിൽ രാജാവ് കൈവരിക്കുന്ന മഹത്തായ നേട്ടങ്ങൾക്കായി അവർ രാജാവിനോട് പ്രാർത്ഥിക്കണമെന്ന് മുനിമാർ പറഞ്ഞു. ഒരു മനുഷ്യൻ പ്രശംസനീയനാകുന്നത് പുണ്യങ്ങൾ കൊണ്ടാണെന്ന് പൃഥ്വിരാജാവ് തിരിച്ചറിഞ്ഞു. അതിനാൽ ഈ ദമ്പതികൾ പ്രാർത്ഥിക്കുന്നതിനിടെ ചൊല്ലുന്ന അതേ കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കും എന്നും രാജാവ് ചിന്തിച്ചു. അങ്ങനെ പൃഥ്വിരാജാവ് ആ ഗുണങ്ങൾ തൻ്റെ മനസാക്ഷിയിൽ ഉറപ്പിച്ചു നിർത്തി ഭൂമിയെ ഭരിച്ചു. തൻ്റെ ഭരണകാലത്ത് അദ്ദേഹം നിരവധി മഹത്തായ യാഗങ്ങൾ നടത്തി. പിതാവിൻ്റെ ഭരണകാലത്ത് അരാജകത്വം ഉണ്ടായപ്പോൾ ഭൂമിയിലുടനീളമുള്ള എല്ലാ സസ്യജാലങ്ങളും നശിപ്പിക്കപ്പെട്ടു. പ്രജകൾക്ക് വിശപ്പടക്കാൻ ഒന്നുമില്ലായിരുന്നു. അതിനാൽ അവർ അദ്ദേഹത്തെ സമീപിച്ച് പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങയുടെ പിതാവിൻ്റെ ഭരണകാലത്ത് അരാജകത്വം മൂലം ഭൂമി അതിലെ എല്ലാ ധാന്യങ്ങളെയും നശിപ്പിച്ചു. അങ്ങയുടെ പ്രജകൾക്ക് ഇപ്പോൾ പട്ടിണി കിടക്കുകയല്ലാതെ മറ്റു മാർഗമില്ല. ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ദയവായി സംരക്ഷിക്കുക. പ്രജകളുടെ ദയനീയാവസ്ഥ തിരിച്ചറിഞ്ഞ പൃഥു കോപാകുലനായി. ശിവന്റെ ദിവ്യായുധങ്ങളും എടുത്തദ്ദേഹം ഭൂമിയുടെ പിന്നാലെ പാഞ്ഞു. ഒരു പശുവിന്റെ രൂപം പൂണ്ട് ഭൂമി 3 ലോകങ്ങളിലൂടെയും ഓടിയെങ്കിലും അവൾ പോകുന്നിടത്തെല്ലാം പൃഥു തന്നെ പിന്തുടരുന്നത് അവൾ കണ്ടു. ഭയത്താൽ വിറച്ച അവൾ പൃഥുവിന്റെ മുൻപിൽ കീഴടങ്ങി. അല്ലയോ രാജാവേ, നിസ്സഹായിയായ ഒരു സ്ത്രീയെ കൊല്ലുന്നതിൽ പാപം നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ പൃഥു മറുപടി ഇപ്രകാരമാണ് പറഞ്ഞത്, ഒരു ദുഷ്ടയെ കൊല്ലുന്നത് നിരവധി ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് പാപമല്ല. നിങ്ങളുടെ പ്രജകളുടെ താൽപര്യാർത്ഥം നിങ്ങൾ എന്നെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനെക്കുറിച്ചോർത്ത് വിഷമിക്കേണ്ടതില്ല. ഞാൻ തന്നെ എൻ്റെ പ്രജകളെ പിന്തുണയ്ക്കും. ആ വാക്കുകൾ ഭൂമിയെ ഭയപ്പെടുത്തി. അവൾ രാജാവിനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ ആരംഭിച്ച എല്ലാ ജോലികളും വിജയകരമായി പൂർത്തീകരിക്കപ്പെടുന്നു. അതിനാൽ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാനൊരു ഉപായം പറയാം. അതിനുശേഷം നിങ്ങൾ നിശ്ചയിച്ചത് നടപ്പിലാക്കുക. ഞാൻ നശിപ്പിച്ച എല്ലാ സസ്യങ്ങളും ധാന്യങ്ങളും പാലിൻ്റെ രൂപത്തിൽ നൽകാൻ എനിക്ക് കഴിയും. അതിനാൽ പ്രജകളുടെ പ്രയോജനത്തിനായി മാതൃവികാരങ്ങളോടെ എനിക്ക് സ്വയമേവ പാൽ നൽകാൻ കഴിയുന്ന ഒരു കാളക്കുട്ടിയെ ദയവായി ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ എല്ലാ ധാന്യങ്ങളുടെയും സസ്യങ്ങളുടെയും വിത്തായ പാൽ ഉൽപ്പാദിപ്പിക്കാൻ എനിക്ക് കഴിയുന്ന തരത്തിൽ എല്ലായിടത്തും ഒരു സമതല പ്രതലം നിങ്ങൾ എനിക്ക് ഒരുക്കി നൽകുക. പിന്നീട് പൃഥ്വിരാജാവ് തൻ്റെ വില്ലും അമ്പും ഉപയോഗിച്ച് നിരവധി വലിയ പർവ്വതങ്ങളെ പിഴുതെറിഞ്ഞ് ഒരൊറ്റ സ്ഥലത്ത് കൂട്ടിയിട്ടു. അതിനു മുൻപായി ഭൂമിയുടെ സമതലത്തിൽ ഗ്രാമം, പട്ടണങ്ങൾ, നഗരങ്ങൾ മുതലായവയുടെ വ്യക്തമായ അതിർത്തി നിർണയം ഉണ്ടായിരുന്നില്ല. കൂടാതെ ധാന്യങ്ങൾ, പശുക്കൾ, കൃഷി, വ്യാപാരം എന്നിവയുടെ വ്യക്തമായ ക്രമം ഉണ്ടായിരുന്നില്ല. ഈ സംവിധാനങ്ങളെല്ലാം പൃഥുവിൻ്റെ കാലം മുതൽ ആരംഭിച്ചു. അതിനുശേഷം ആളുകൾ സമതലമായിരുന്ന ഭൂമിയുടെ ആ ഭാഗങ്ങളിൽ ജനവാസം ആരംഭിച്ചു. തൻ്റെ പ്രജകളുടെ പ്രയോജനത്തിനായി പൃഥു സ്വയം ഭൂമിയിൽ നിന്നും എല്ലാ ധാന്യങ്ങളും ഒരു പശുക്കിടാവിനെ പോലെ കറന്നെടുത്തു. ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും നിലനിർത്തുന്നത് ധാന്യങ്ങളാണ്. അതിനുശേഷം പൃഥ്വിരാജാവ് ഭൂമിയുടെ പിതാവ് എന്നറിയപ്പെട്ടു. കാരണം അദ്ദേഹം അവളുടെ ജീവൻ രക്ഷിച്ചു. പ്രിയരെ, വിഷ്ണു പുരാണത്തിൻ്റെ 2ാം ഭാഗം ഇവിടെ നിർത്തട്ടെ. ഇപ്പോൾ നന്ദി, നമസ്കാരം. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.